ഇന്നും എനിക്ക് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പേടിയാണ്. കാരണം എൻ്റെ മാനുഷികമായിട്ടുള്ളൊരു ചിന്ത പോലും കർത്താവെ വരരുത് എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. കാരണം ഇതിനോടൊന്ന് കൂട്ടാനോ ഒന്ന് കുറയ്ക്കാനോ നമുക്ക് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വചനവുമായി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഭയത്തോടെ വേണം നിൽക്കാൻ. ദൈവം ഏൽപ്പിച്ചു എന്നുള്ളൊരു വിശ്വാസത്തോടെ വേണം നിൽക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ വേഗം കടന്നു പോകട്ടെ. അപ്പോൾ നമ്മുടെ ഭാരങ്ങളെ താങ്ങുവാൻ, നമ്മുടെ വേദനകളെ താങ്ങുവാൻ കർത്താവായ ദൈവം ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സഭ ഒരു വ്യക്തിയുടെ ഭാരത്തെ താങ്ങുന്നവരായിരിക്കണം. ആമേൻ. ഒരു വ്യക്തിയുടെ ഭാരത്തെ കണ്ടെത്തുക എന്നുള്ളതാ ഒരു സഭയുടെ ദൗത്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ഞായറാഴ്ച സ്തോത്രം പറഞ്ഞ് കൈ കൊടുത്ത് പോകാൻ ചിരിച്ച മുഖത്തോടെ എല്ലാവരും വരുന്നതല്ലേ. പ്രൈസ് ദി ലോർഡ്. ആർക്കും ആരുടെയും ഭാരവും വിഷമമൊന്നും അറിയത്തില്ല. എന്നാൽ യഥാർത്ഥമായ ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ അവരുടെ ജീവിതത്തിനകത്തെ ആവശ്യങ്ങൾ ദൈവം ആ വ്യക്തിയോട് ഇടപെടും. എന്നെ ചിന്തിപ്പിച്ചൊരു കഥയുണ്ട്. ഒരു നടന്ന സംഭവമാണ്. അല്ലെങ്കിൽ കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. നമുക്കെല്ലാവർക്കും സാധു സുന്ദർ സിംഗിനെ അറിയാം അല്ലേ. ഇന്ത്യയിൽ ദൈവം ഉപയോഗിച്ച ശക്തനായ ഒരു അപ്പോസ്തലനാണ്. ഈ സാധു സുന്ദർ സിംഗ് തന്റെ ജീവിത യാത്രയിൽ ഒരു ദിവസം ടിബറ്റിലേക്ക് താൻ കടന്നു പോവുകയാണ്. തന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് താൻ ടിബറ്റിലേക്ക് കടന്നു പോവുകയാണ്. ഇന്നത്തെ പോലെ അന്ന് വാഹനങ്ങളൊന്നുമില്ല, കാൽനടയായിട്ടാണ് താൻ കടന്നു പോകുന്നത്. ഹിമാലയ സാനുക്കളുടെ നടുവിൽ ഒറ്റയടി പാതകൾക്കകത്തൂടെ മഞ്ഞ് വീഴ്ത്തപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തൂടെ ഇദ്ദേഹം ഒറ്റയ്ക്ക് നടന്നു പോവുക. ഏകദേശം മുട്ടറ്റോളം മഞ്ഞ് അവിടെ കിടപ്പുണ്ട്. കാലുകൾ വളരെ ഭാരത്തോടെ പൊക്കി വെച്ച് താൻ മുമ്പോട്ട് നടന്നു പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ വഴിയിൽ വെച്ച് ടിബറ്റിലേക്ക് ഒരു കച്ചവടത്തിന് പോകുന്ന ഒരു മനുഷ്യനെ ഇദ്ദേഹം പരിചയപ്പെട്ടു. പിന്നീടുള്ള യാത്ര ഇവർ ഒരുമിച്ചായി. ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ മഞ്ഞ് പെയ്യാൻ തുടങ്ങി. ഈ മഞ്ഞ് പെയ്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, നടന്നുകൊണ്ടേയിരിക്കണം. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ദേഹത്ത് മഞ്ഞ് വന്ന് വീണ് അവരവിടെ ഐസ് കട്ടയായി പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവർ നടന്നു പൊക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുവാൻ കഴിയാതെ വഴിയിൽ പ്രാണവേദനയോടെ കിടക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചൊരു മനുഷ്യൻ കിടക്കുക. ഇവർക്ക് മുമ്പേ പോയ ഒരു യാത്രികനാണ്. സാധു സുന്ദർ സിംഗ് പെട്ടെന്ന് ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ആ മനുഷ്യനെ എടുത്ത് തന്റെ ശരീരത്തെ ചൂട് കൊടുക്കുവാൻ വേണ്ടിയുള്ള ശുശ്രൂഷ തുടങ്ങി. കൂടെ വന്ന ടിബറ്റിൽ കച്ചവടത്തിന് പോകുവാൻ വന്ന ബിസിനസ്സുകാരൻ പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നത് മണ്ടത്തരമാ. ഈ സമയത്ത് നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലും മഞ്ഞ് വന്ന് വീണ് നിങ്ങളും ആ മനുഷ്യനും ഇവിടെ മരിച്ചു വീഴും. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വാ, നമുക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. സാധു സുന്ദർ സിംഗ് പറഞ്ഞില്ല, ഞാൻ ഈ മനുഷ്യനെ വിട്ടിട്ട് വരുന്നില്ല, നിങ്ങൾ യാത്ര ആയിക്കൊള്ളാൻ പറഞ്ഞു. ഈ സാധു സുന്ദർ സിംഗ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ മനുഷ്യനെ ഇരുന്ന് കൈകൾക്കും കാലുകൾക്കും ഒക്കെ ചൂട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഞ്ഞ് ശക്തമായി വീണുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം മനസ്സിലാക്കി ഇനി അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഈ മനുഷ്യനെ എടുത്ത് തോളിൽ ഇട്ടുകൊണ്ട് സാധു സുന്ദർ സിംഗ് നടക്കാൻ തുടങ്ങി. അല്പദൂരം നടന്നു ചെന്നപ്പോൾ തനിക്ക് മുൻപേ കടന്നുപോയ ആ ബിസിനസ്സുകാരനായ മനുഷ്യൻ ആ വഴിയിൽ മരിച്ചു കിടക്കുകയാണ്. ഹിമപാതത്തിൽ ആ മനുഷ്യന്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോയി. സാധു സുന്ദർ സിംഗ് എന്തുകൊണ്ടാ ജീവിച്ചിരുന്നെന്ന് താൻ ചിന്തിച്ചു. താൻ ആ മനുഷ്യന് ശുശ്രൂഷ ചെയ്തപ്പോൾ, ആ മനുഷ്യനെ എടുത്ത് തന്റെ തോളത്തിട്ട് നടന്നപ്പോൾ തന്റെ രക്തയോട്ടം വർദ്ധിച്ചു. തന്റെ ശരീരത്തിനകത്ത് ചൂട് പിടിച്ചു. താൻ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. താൻ ഈ മനുഷ്യനെയും കൊണ്ട് വളരെ ഭാരത്തോടെ നടന്നു നീങ്ങുമ്പോൾ തന്റെ ശരീരത്തിനകത്തുള്ള രക്തധമനികൾക്കകത്ത് രക്തം ഓവർഫ്ലോ ആയിട്ട് പോകാൻ തുടങ്ങിയത് കൊണ്ട് തന്റെ ശരീരത്തിൽ ചൂട് നിലനിന്നു. തന്റെ ശരീരത്തിനകത്തുള്ള ചൂട് മറ്റേ വ്യക്തിക്കും കിട്ടിയത് കൊണ്ട് ഈ മനുഷ്യനുമായി അവിടെ അടുത്തുള്ള ഒരു സത്രത്തിൽ കടന്നു എന്ന് ആ മനുഷ്യനെ രക്ഷിക്കുവാനിടയായി തീർന്നു. ഇതൊരു സംഭവമാണ്. നിങ്ങൾ നോർത്തേ, ആ മനുഷ്യനെ സഹായിക്കുവാൻ അയാളുടെ ഭാരം കൂടെ ചുമന്നത് കൊണ്ടാണ് ഈ സാധു സുന്ദർ സിംഗിന്റെ ജീവൻ അന്ന് രക്ഷപ്പെട്ടത്. ആമേൻ. ദൈവത്തിന്റെ വചനം അതാ പറയുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് നന്മ നിരൂപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യമാണ് ദയയും വിശ്വസ്തത. കർത്താവ് നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്നവനാണെന്നാ പറയുന്നത് അല്ലേ. നമ്മുടെ ഭാരത്തെ വഹിച്ചത് കൊണ്ട് അവൻ എല്ലാത്തിലും മീതെ അവനെ തലയാക്കി വെച്ചു. തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പോൾ താൻ വിശന്നവനായി, ആഹാരം കഴിക്കുവാൻ ലഭിക്കാത്തവനായി താൻ തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങി.
മരുഭൂമിയിൽ മന്ന കൊടുത്തവൻ, മരുഭൂമിയിൽ ദാഹജലം കൊടുത്തവൻ, അവന്റെ ശുശ്രൂഷയുടെ മുമ്പിൽ പിശാച് വന്ന് പറഞ്ഞു, ഈ കല്ല് അപ്പമായി തീരാൻ. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ അപ്പം തിന്നാനല്ല വന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും, കർത്താവേ, ഞാൻ നിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ഞാൻ ജീവിക്കുന്നുവെന്ന്. എന്നാൽ ആ കാൽവരി ക്രൂശിൽ 2 കൈകളും വിരിക്കപ്പെട്ടവനായി താൻ കിടക്കുമ്പോൾ താൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ അല്പം വെള്ളം വേണം. മരുഭൂമിയിൽ തീക്കൽ പാറയിൽ നിന്നും ഈ ജനത്തിന് കുടിക്കുവാൻ അവൻ വെള്ളം കൊടുത്തവനാ. പക്ഷെ അവൻ ഈ ലോകത്ത് ദാഹിച്ചവനായി ആ ക്രൂശിൽ 2 കൈകളും വിരിക്കപ്പെട്ടവനായി കിടക്കുകയാണ്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കാര്യം? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ ഉടയവനായവൻ, സർവ്വലോകത്തിന്റെയും അധികാരിയായിരിക്കുന്നവൻ, അവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചൊരു കാര്യമാത്. ഹല്ലേലൂയ. അവൻ ആഹാരം ലഭിച്ചില്ല, അവന് കുടിക്കുവാൻ ദാഹജലം ലഭിച്ചില്ല. പക്ഷെ അതിനപ്പുറത്ത് അവൻ സന്തതിയെ കണ്ട് ദീർഘായുസ്സോടെയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ മരണത്തെ തോൽപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. യേശു ജനിച്ചുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ യേശു മരിച്ചുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും ഒരു ഭക്തൻ പറഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു ആ കാൽവറിയുടെ കുലക്കളത്തിൽ പിശാചിനെ അവന്റെ ആയുധ വർഗം വെപ്പിച്ച് പരസ്യകോലമാക്കിയപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. അവൻ മരണത്തെ തോൽപ്പിച്ചു, യേശു ജയിച്ചു. ഇന്ന് യേശു ഇല്ല ഇവിടെ, എന്നാൽ യേശുവിന്റെ സഭയുണ്ട് ഇവിടെ. യേശുവിന്റെ ശരീരം, ക്രിസ്തുവാകുന്ന തല ആ സഭയിൽ ചേർത്ത് പണിയപ്പെട്ടിരിക്കുക. ക്രിസ്തുവാകുന്ന തലയിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്, അല്ലേ? നമ്മൾ സഭയാ. നമ്മൾ ഓരോരുത്തരും യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, സഭയുടെ ദൗത്യം എത്രമാത്രം നിറവേറ്റുന്നു? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും എല്ലാം ജീവിതത്തിൽ അന്നുള്ള കാര്യത്തിന് വേണ്ടി, ബില്ലടയ്ക്കാനുള്ള കാര്യത്തിന് വേണ്ടി ഓട്ടവാ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ദൈവവേലയ്ക്കകത്ത് പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വേല ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെയും നടുവിൽ നമ്മൾ ഓടിത്തീരുമ്പോൾ കർത്താവിന് വേണ്ടി ഓടിത്തീരുവാൻ എവിടെയാ സമയം? ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം.